ഒറ്റയാനെ കണ്ടെത്തുക 9, 27, 81, 246, 729, 2187. ഇത് പ്രീവിയസ് ചോദ്യമാണ്. കോഡ് 54/2026 M. പരീക്ഷാ തീയതി 6/6/26. ഒറ്റയാനെ കണ്ടെത്തുക. നമുക്ക് 2187 ഇതിനെ മൂന്ന് കൊണ്ട് ഹരിച്ച് നോക്കാം. 7 3 21, 2 3 6, ശിഷ്ടം 2 27, 9 27 ഹരിക്കണം 3 243 എന്ന് വരും. ഹരിക്കണം 3 81, ഹരിക്കണം 3 27, ഹരിക്കണം 3 9, ഹരിക്കണം 3 3, ഹരിക്കണം 3 1. ഇവിടെ 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. അതായത് 9 പറയുന്നത് 3 സ്ക്വയർ ആണ്. 27 നമുക്കറിയാം, 27 3 ക്യൂബ് ആണ്. 3 ക്യൂബാണ് 27. 81 എന്ന് പറയുന്നത് 1 2 3 3 ഘാതം 4 ആണ്. 246 വരുന്നില്ല, 243 ആണ്. അതായത് 243 പറഞ്ഞാൽ 3 ഘാതം 5 ആണ്. 3 ഘാതം 5 ആണ്. അത് 243 വരണം. അതിനോട് എഴുതിയത് 246 ആണ്. 729 729 1 2 3 4 5 6 3 ഘാതം 6 ആണ്. അതുപോലെ 2187 പറയുമ്പോൾ 1 2 3 4 5 6 7 3 ഘാതം 7 ആണ്. 3 ഘാതം 2 3 ക്യൂബ് 3 ഘാതം 4 3 ഘാതം 6 3 ഘാതം 7 ഇടയിൽ 3 ഘാതം 5 243 വരുന്നതിന് പകരം 246 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒറ്റയാൻ ഏതാ? 246. 9 ഗുണിക്കണം 9 കുറയ്ക്കണം 9 ഹരിക്കണം 1/9 കൂട്ടണം 9ന്റെ വില എത്ര? പ്രീവിയസ് ചോദ്യമാണ്. കോഡ് 54/2026 M. പരീക്ഷാ തീയതി 6/6/26. ഇത് ബോർഡ് മാസ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, പിന്നെ ഡിവിഷൻ ഹരണാണ്. അപ്പൊ ഇത് ചെയ്യണം. ഇത് അതുപോലെ എടുത്തു. 9 × 9 - 9 ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ വരുമ്പോ ഗുണിക്കണം എന്ന് ചിഹ്നിട്ടിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ അല്ല, വിൽക്രമല്ല, അതായത് അംശവും ചെയ്തോ തിരിച്ചിടാം. എന്തായി? 9/1 പിന്നെ +9. അപ്പൊ ഹരണത്തെ നമ്മൾ ഗുണനാക്കി മാറ്റി. ഇനി ബോർഡ് മാസിന് ഗുണനാണ് വേണ്ടത്. ഇത് ചെയ്യണം. അപ്പൊ 9 ഇവിടെ 2 × 2 ചെയ്യാം. 9 × 9 81 കുറയ്ക്കണം. ഇതും 9 × 9 81 /1 എന്ന് പറഞ്ഞാൽ 81 തന്നെയാണ്. +9 81 81 കുറച്ചാൽ 0 പോയി. ഉത്തരം 9. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 5:4. 18 ആൺകുട്ടികൾ കൂടി ക്ലാസ്സിൽ ചേർന്നാൽ അനുപാതം 7:4 ആയി മാറുന്നു. പെൺകുട്ടികളുടെ എണ്ണം എത്ര? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. കോഡ് 54/2026 M. പരീക്ഷാ തീയതി 6/6/26. നമുക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 5:4, റേഷ്യോ 5:4. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് 5x എന്ന് എടുക്കാം, പെൺകുട്ടികളുടെ എണ്ണം 4x എന്ന് എടുക്കാം. ഇനി എന്താ പറയുക? 18 ആൺകുട്ടികൾ കൂടി ക്ലാസ്സിൽ ചേർന്നാൽ ആൺകുട്ടികളുടെ എണ്ണത്തിന് കൂടെ 18 കൂട്ടുക. 5x + 18. പെൺകുട്ടികളുടെ എണ്ണം മാറ്റില്ല. അപ്പൊ 4x. ഇതാണ് അനുപാതം. ഇപ്പോ അത് എത്ര? 18 ആൺകുട്ടികൾ ചേർന്ന അനുപാതം എത്രയും മാറും? 7:4. 7:4. നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക. ഇത് റേഷ്യോ ആയിട്ടാണ്. അപ്പോ 5x + 18/4x സമം 7/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4x × 7 28x. 28x സമം 4 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ 4 കൊണ്ട് 2നെ ഗുണിക്കണം. 4 × 5x 20x + 4 × 18 72. 20x അങ്ങോട്ട് എടുക്കുക. അപ്പൊ ഇവിടെ 28x കൊടുക്കുമ്പോൾ -20x സമം 72. 28x 20x പോയാൽ 8x സമം 72. x കാണുമ്പോൾ 72/8 9 x കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം 4x ആണ്. അപ്പൊ 4 × x 9. ഉത്തരം 36. ഒരു കടയുടമ ഒരു വസ്തുവിന്റെ വിലയേക്കാൾ 25% കൂടുതൽ അടയാളപ്പെടുത്തുന്നു. പിന്നീട് 20% കിഴിവ് അനുവദിക്കുന്നു. അയാളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം? പ്രീവിയസ് ചോദ്യമാണ്. കോഡ് 54/2026 M. പരീക്ഷാ തീയതി 6/6/26. നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. അതായത് x + y + x × y എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇതില് x ആദ്യം വില എന്താണ്? 25% കൂടുതൽ അടയാളപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് x കൂടുതലാണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. x ന് പകരം 25. പിന്നെ y പിന്നീട് 20% കിഴിവാണ്. അപ്പൊ കുറവാണ്. അപ്പൊ നെഗറ്റീവ് എടുക്കുക. അതായത് -20 പ്ലസ് ഇനി x ഉം y ഗുണിക്കുക. 25 × -20 25 × -20/100
25 20 കുറച്ച 5 എന്ന് എഴുതി പ്ലസ് 25 ഇൻറ്റു ഇത് ഗുണിക്കുമ്പോൾ -500 എന്ന് വരും. -500/100 5 കൂട്ടണം. 500/100 5 വരിക, നെഗറ്റീവ് വരും അല്ലെ. 5 കൂട്ടണം -5 എന്താ 0. അതായത് ഇവിടെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നാണ് അർത്ഥം. നമുക്ക് ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമില്ല, അതുപോലെ തന്നെ നഷ്ടമില്ലാത്ത കച്ചവടമാണ്. 60 കുറയ്ക്കണം 24 ഹരിക്കണം 3 ഗുണിക്കണം 2 കൂട്ടണം 4ന്റെ മൂല്യം എത്ര? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 54/2026 പരീക്ഷ നടന്ന തീയതി 6/6/26. ഇത് ബോർഡ് മാസ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ബോർഡ് മാസ് ഇതിൽ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. അപ്പൊ ആദ്യം ഡിവിഷൻ ഹരണമാണ് ചെയ്യേണ്ടത്. 24 ഹരിക്കണം 3 ചെയ്യാം. ഇപ്പൊ ഈ 60 അതുപോലെ 2, അത് കഴിഞ്ഞാൽ മൈനസ് 24 3 ഹരിക്കുമ്പോൾ 8 വരും. പിന്നെ ഇൻറ്റു 2 കൂട്ടണം 4. അടുത്തത് ഗുണനാണ് ചെയ്യേണ്ടത്. 8 × 2 ഗുണിക്കുക. അപ്പൊ 60 അതുപോലെ 2 മൈനസ് 8 × 2 16 പ്ലസ് 4. ഇനി നമുക്ക് കൂട്ടലും കുറയ്ക്കലും ചെയ്യാം. 60 4 കൂടി കൂട്ടാം. 64 കൂട്ടിയ 64 പിന്നെ മൈനസ് 16. 64 16 കുറച്ച ഉത്തരം 48. x സമം 1/0.2 പ്ലസ് 3/0.4 ആയാൽ x/0.5ന്റെ വില എത്ര? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 54/2006 6/6/26 നടന്ന പരീക്ഷയുടെ ചോദ്യമാണ്. നമുക്ക് ഇത് ആദ്യം ദശാംശം കളയാം. ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അക്കമുള്ളത്, അതുകൊണ്ട് 10 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. അപ്പോ 1 × 10/0.2 × 10 പ്ലസ് അതുപോലെ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു അക്കമുള്ളത് 10 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. 3 × 10/0.4 × 10 1 × 10 10/0.2 × 10 ദശാംശം 2 വരും പ്ലസ് 3 × 10 30/0.4 × 10 ദശാംശം 4 10/2 5 പ്ലസ് 30/4 നമുക്ക് 2 കൊണ്ട് വിളിച്ചെടുക്കാം. 15 2 30 2 4 5 പ്ലസ് 15/2 എന്നാൽ 15ന്റെ പകുതി 7.5 5ഉം 7നെയും കൂട്ടിയ 12.5 എക്സിന്റെ വില. ഇനി നമുക്ക് x/0.5 കാണണം. അതിന്റെ വില കൊടുക്കുക. x/0.5 x എത്ര കിട്ടിയത്? 12.5/0.5 ദശാംശം കേട്ട ഒരക്കം അംശത്തിലും ചേർത്ത് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് ദശാംശം ഒഴിവാക്കാം. അപ്പൊ അംശം എന്ത് വരും? 125/5 ഹരിക്കുമ്പോ 25 ഉത്തരം. തുടർച്ചയായ 2 പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം 132. ഇതിൽ വലിയതിനെ മാത്രം 3 കൊണ്ട് കൂട്ടിയാൽ പുതിയ ഉൽപ്പന്നം എത്ര? ഇത് പ്രീവിയസ് ചോദ്യമാണ്. കോഡ് 54/2026 പരീക്ഷ നടന്ന തീയതി 6/6/26. ഇതിൽ തുടർച്ചയായ 2 പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾ നമുക്ക് എഴുതാം. പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾ 1 2 3 4 5 6 7 8 9 10 11 12 എക്സെട്ര അങ്ങനെ പോകും. ഇതില് തുടർച്ചയായ 2 പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം. 2 തുടർച്ചയായ 2 സംഖ്യകൾ എടുത്ത് ഗുണിച്ചാൽ എത്ര കിട്ടണം? 132. 4 × 5 20, 6 × 7 42, 8 × 9 72, 10 × 11 110, 11 × 12 നമുക്ക് 132. അതിന് പറഞ്ഞതാണ് 132. ഇനി എന്താ പറഞ്ഞാൽ ഇതിൽ വലിയതിനെ മാത്രം 3 കൊണ്ട് കൂട്ടുക. ഇതിൽ വലുത് 12 ആണ്. അത് 3 കൂട്ടുക. 3 കൂട്ടുമ്പോൾ 15 ആവും. എന്നിട്ട് ഈ സംഖ്യ മാറ്റില്ല. ഇപ്പൊ ഗുണിച്ചാൽ എന്ത് കിട്ടുന്നതാണ്? 11 × 15 ഉത്തരം 165. ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടിവിയുടെ ഇപ്പോഴത്തെ വില 8000 രൂപ. 2 വർഷത്തിന് ശേഷം വില എന്ത്? നമുക്ക് ആദ്യം 1 വർഷത്തിന് ശേഷം വില കാണാം. ഇപ്പോഴത്തെ വില എത്രയാണ്? 8000 രൂപ. ഇപ്പോ 8000 ഇൻറ്റു ഓരോ വർഷവും 5% വീതം കുറയ്ക്കുകയാണ്. അപ്പൊ 100 ൽ നിന്ന് 5 കുറച്ചാൽ 95 എന്ന് വരും. നമ്മളതിനെ 95/100 കൊണ്ട് ഗുണിക്കുക. നമുക്കിത് 100ഉം ഈ 2 0 വെട്ടി കളഞ്ഞാൽ 8 × 95 ഗുണിക്കുക. 8 5 40 ശിഷ്ടം 4 8 9 72 4 76. പിന്നെ ഇവിടുത്തെ ഒരു 0 ഉണ്ട്. അപ്പൊ 1 വർഷം കഴിഞ്ഞാൽ ടിവിയുടെ വില 8000 നിന്ന് 7600 രൂപയും. ഇനി 2 വർഷത്തിന് ശേഷം വില നമുക്ക് അതാണ് കാണുന്നത്. 2 വർഷത്തിന് ശേഷം വില കാണണം. ഈ കിട്ടിയതിനെ 7600 ഇൻറ്റു വീണ്ടും 95/100 കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഈ 100ഉം 2 0 വെട്ടി കളയാം. ഇനി 76 95 ഗുണിക്കണം.
76 ഇൻറ്റു 95, 5 ഇൻറ്റു 6 30, ശിഷ്ടം 3, 7 35 3 38, 54 ശിഷ്ടം 5, 63 68 കൂട്ടുമ്പോ 0 8 4 12, 9 3 12, 1 6 7, 2 വർഷം കഴിഞ്ഞാൽ ടിവിയുടെ വില 7220 രൂപ.